ഞാനിപ്പോൾ ഒരാളെ തേടി വന്ന കേട്ടോ. അങ്ങനെ തൊട്ട് മുമ്പ് എനിക്കൊരു കോൾ വന്ന് ഇവിടുന്ന് ഒരു നായിനെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട് എന്നൊരു വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കുക. അപ്പോൾ നമ്മൾ തൊട്ട് ഷോപ്പിൻ്റെ താഴെ തന്നെ ഞാൻ എത്തിയപ്പോഴത്തേനും ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാമെന്നാണ് ഇപ്പോൾ റെസ്ക്യൂ ചെയ്ത ആളെ. നിങ്ങളെ പേരെന്താ? പ്രജീഷ്. രജീഷ്. നിങ്ങളെ സ്ഥലം എവിടെ? സ്ഥലം ഓമശ്ശേരി. ഞാനിപ്പോൾ അവിടെ ഷോപ്പിലായിരുന്നു. ഇപ്പോൾ എനിക്കൊരു കോൾ ആയിരുന്നു, ഇവിടെ നായിനെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട് എന്ന് നോക്കുന്ന പറഞ്ഞിട്ട്. ഇപ്പോൾ അവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ കുറെ ദിവസമായി നായി കവുത്തിൽ ബെൽറ്റ് കുടുങ്ങി കിടക്കണോ. അപ്പൊ അതിനെ തേടി നിങ്ങൾ കുറെ ദിവസം ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് അറിയാൻ സാധിച്ചത്. അപ്പൊ എന്താ അതിന്റെ ഒരു സംഭവം? ഇതൊക്കെ ഏകദേശം 5 ദിവസം ഞാൻ ഇവിടെ വന്നിട്ട് മുക്കത്ത്. അപ്പോൾ ഈ നായനെ ഒരു 5 മാസം മുന്നേറ്റാണ് ചെറിയ പ്രായത്തിൽ ആരോ വളർത്തിയിട്ട് വളർത്തുമൃഗമായിട്ട് പെറ്റായിട്ട് ഉപയോഗിച്ചിട്ട് അവരാവശ്യം കഴിഞ്ഞപ്പോൾ അപ്പം ഒരു വീട്ടുകാര് ശരിക്കും ഒരു പെറ്റിനെ എടുക്കുമ്പോൾ അവരെ മക്കൾക്ക് വേണ്ടി ആവാം, അവരെ മക്കൾക്ക് ഒരു കളിപ്പാട്ടായിട്ടൊക്കെ ആവാം. അങ്ങനെ അതുപോലെ തന്നെ ഈ ഡോഗ് ചെറിയ പ്രായത്തിൽ നല്ല ക്യൂട്ട്നെസ് ഉണ്ടാവും. അത് ഏത് ഡോഗായാലും ബ്രീഡ് ഡോഗ് ആയാലും ശരി, ഇനി നമ്മൾ ഏത് മക്കളായാലും നമുക്ക് നല്ല രസമല്ല കാണാൻ. ആ സമയത്ത് ഒരു കളിപ്പിക്കും. അത് പതിയെ വളർന്നു വരുമ്പോൾ അത് പക്കത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിക്കളി ഉണ്ടാവില്ല. ആ സമയം അവർക്ക് ഒരു വെറും കളിപ്പാട്ടായിട്ട് അവർ കൊണ്ടുപോയി കളയും. ആ കളയുന്ന സമയം അവർ കഴുത്തിൽ ബെൽറ്റോ കയറോ എന്തെങ്കിലും കെട്ടിയിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. കളഞ്ഞതായിരിക്കും അല്ലെങ്കിൽ അവർക്ക് മിസ്സായതായിരിക്കും, പോയി പോകുന്നതായിരിക്കും. അങ്ങനെയല്ലോ മിസ്സിംഗ് എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കേരളം ഒട്ടാകെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. ഒരു സാധനത്തിന് മിസ്സായാല് ആ ആൾക്കാർ ഔട്ട് ചെയ്യും. ഫേസ്ബുക്ക് ഇന്ന് സോഷ്യൽ മീഡിയ എത്രയോ മുകളിൽ എത്തിക്കൊണ്ട് എന്ത് സാധനം നമുക്ക് സ്റ്റാറ്റസ് വെക്കാല്, നാട്ടിലെ ഗ്രൂപ്പുകൾ, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ അതിലൊക്കെ ഇട്ടാല് അതിനെ കണ്ടെത്താൻ കഴിയും. തൊട്ടടുത്ത് ഇത് ഇത്രയും ഏരിയകളിൽ കറങ്ങുക, ഒരുപാട് ഏരിയകൾ, ഒരു ഏകദേശം മുക്കം സിറ്റിനെ വെച്ചിട്ട് അതിന്റെ ഒരു 8 കിലോമീറ്റർ ചുറ്റളവിൽ മുക്കം വെച്ചിട്ട് ഇങ്ങനെ കറങ്ങാണ്. വെച്ചാൽ മുറിവ് അധികമായിപ്പോയി. ഈ നായ വളരുന്നുണ്ട്, പക്ഷെ ബെൽറ്റ് വികസിക്കുന്നില്ല. അപ്പൊ അതിനനുസരിച്ച് ഉള്ളോട്ട് മുറിവ് കയറിപ്പോ. എത്ര ദിവസങ്ങളായിട്ടോ? ഒരു കണ്ടിട്ട് ഇപ്പൊ ഡോഗ് ഇപ്പൊ ഏകദേശം ഒരു വയസ്സിന്റെ അടുത്തായി. അപ്പൊ ഒരു ഏകദേശം ഒരു 4-5 മാസത്തില് ആയപ്പോ കെട്ടിയതായിരിക്കും. പിന്നെ അത് ഒരു 4-5 മാസം എന്തായാലും കയറ്റിലുണ്ടാവും. നിങ്ങൾക്ക് കോൾ വന്നായിരുന്നത്? ആ കോള് നമ്മളെ ഒരുപാട് നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ട്, ഈ റെസ്ക്യൂ പ്രവർത്തകർ കാണുന്ന ആൾക്കാരുണ്ട്. അവര് ഇവിടെ ഇപ്പൊ കൂടരനെയും പുല്ലുരാമ്പാറൊക്കെ ഉള്ള ആൾക്കാർ മുക്കം ബേസ് ചെയ്താ പോണത്. അപ്പൊ ഒരു ബസ്സിൽ പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വിളിച്ചതിന് അടിസ്ഥാനം ഇവിടെ വന്നത്. അപ്പൊ അതിന് 5ാമത്തെ ദിവസമാണ്. പക്ഷെ ഞാൻ കാണുന്നില്ല ആള്. ഞാൻ മുരിങ്ങമ്പറ എത്തുമ്പോ പറയും ഇവിടെ ഒരു മുക്കത്തുണ്ട്, ഇവിടെ വരുമ്പോ ആനയാങ്കുന്നുണ്ട്. അങ്ങനെ നായ പോയിക്കൊണ്ട് 5 ദിവസം 5ാം ദിവസം. നിങ്ങളെ ജോലി മെയിൻ ആയിട്ട് തന്നെയാണോ? മെയിനായിട്ട് ഇപ്പൊ റെസ്ക്യൂ മേഖലയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് കോളുകൾ വരുന്നതുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ആളുകൾ ഇങ്ങനെ കൊണ്ടുപോയി കളയാണ്. പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇതിന്റെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗവൺമെന്റ് ഭാഗത്ത് എന്തെങ്കിലും സഹായം കിട്ടാൻ സാധ്യത ഉണ്ടോ? ഒരു സാധ്യതയില്ല. ഒന്നും അതെ. അപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ ചെലവെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. പിന്നെ അറിയുന്നധികം മൃഗസ്നേഹികള് എന്തെങ്കിലും സഹായങ്ങൾ തന്നെങ്കിൽ ആയി. ഇനി അതല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് എടുക്കുകയാണ്. നമ്മൾ സാധാ പണിക്ക് പോയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിനോട് മുന്നിട്ട് ഇറങ്ങിയത് തന്നെയാണ്. അതെ, ഇവിടെ ഇറങ്ങിയാണ് വെച്ചാൽ ഈ മേഖലയിൽ ആരുമില്ല, ഇവർക്ക് ആരുമില്ല. ഇവർക്ക് ഒരുപാട് അവകാശങ്ങളും ഇവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഗവൺമെന്റ് നടപ്പിലാക്കില്ല. ഇതിനൊക്കെ മെയിൻ തദ്ദേശ സ്ഥാപനങ്ങളാണ്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത്. ഇവരാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതൊന്നും അവർ ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാ. ഡോക്ടർ ചികിത്സിച്ചല്ലേ? ഡോക്ടർ ഞാൻ വിളിച്ചതാ. ഡോക്ടർ മുക്കം ഇവിടുത്തെ നല്ലൊരു ഡോക്ടറാണ്, കൃഷ്ണ സുരേജ് എന്ന് പറഞ്ഞ സാറാണ്. മൂപ്പര് ഒരുപാട് പെറ്റിനോട് ഭയങ്കര താല്പര്യമുള്ള ക്രൈസ് ഉള്ള ആൾക്കാരാണ്. മിക്ക ഡോക്ടേഴ്സും ഇത് ക്രൈസിന് വരുന്നവരല്ല. പക്ഷെ മൂപ്പര് നല്ല താല്പര്യവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിളിച്ച മൂപ്പര് വന്ന് അതിന്റെ എല്ലാ ട്രീറ്റ്മെന്റും ചെയ്തു തന്നിട്ടുണ്ട്. ഈ വലനോട് പിടിച്ചതിന് ശേഷം ബെൽറ്റ് കട്ട് ചെയ്തതിനു ശേഷം മരുന്ന് വെച്ച് വിടുക. ആ മരുന്ന് വെച്ച് ഇഞ്ചക്ഷൻ അതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിന്റെ അസുഖം ആ ബെൽറ്റാ. മുറിവ് ഉണ്ടാവാൻ കാരണം ഈ ബെൽറ്റാണ്. ആ ബെൽറ്റ് കട്ട് ചെയ്തപ്പോൾ തന്നെ അത് മാറി. പിന്നെ അതിന് മരുന്നും കാര്യങ്ങളൊക്കെ ആന്റിബയോട്ടിക് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ആ ബെൽറ്റ് ഒന്ന് കാണിക്കല്ലേ കട്ടാക്കിയ? ഓക്കെ. ഈ ഒരു ബെൽറ്റ് ആണ് കേട്ടോ, ഒന്നായിട്ട് ടൈറ്റ് ആയിരുന്നത്. ഇത് കട്ട് ചെയ്തിട്ടാണ് അവർ അതിനെ റെസ്ക്യൂ ചെയ്തത്. അതിനുശേഷം അതിനുള്ള ചികിത്സയും ചെയ്തതിനു ശേഷമാണ് അതിനെ വിട്ടയച്ചത്. ഇപ്പോൾ നിങ്ങളെ കൺമുന്നിൽ ഇതുപോലെയുള്ള കാഴ്ചകൾ എന്താ വെച്ചാൽ മറ്റുള്ള മൃഗങ്ങൾ ബുദ്ധിമുട്ടുന്ന കാഴ്ചകൾ എന്തെങ്കിലും കണ്ടാൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ ഇദ്ദേഹത്തെ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെ രക്ഷപ്പെടുത്തുന്നതിനെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരക്കാർക്ക് ഗവൺമെൻറ്റിൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കണമെന്നാണ് ഒരു അപേക്ഷ കൂടി എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചാനൽ ഉണ്ട് തന്നെയല്ലേ? ചാനലിൻ്റെ പേരെന്തായിരുന്നു? ഹാച്ചിക്കോ ആനിമൽ റെസ്ക്യൂ. അതിലൂടെയാണോ അപ്പോൾ ഈ കോൾ വന്നതൊക്കെ?
അത് കണ്ടിട്ടാണ് ആൾക്കാർ ഇപ്പൊ വിളിച്ചത്. ഇവിടുന്ന് അല്ലാതെ മുക്കം ഭാഗത്ത് നിന്നല്ല, ഇപ്പൊ നിങ്ങൾ ഓമശ്ശേരിയാണല്ലോ, ആ. ഈ ചുറ്റുപാട് അല്ലാതെ ദൂരം നിന്നൊക്കെ കോൾ വരാറുണ്ടോ? ഞങ്ങൾ കേരളം ഒട്ടാകെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും ദൂരം നമ്മൾ തിരുവനന്തപുരത്തൊക്കെ പോയി ഒരുപാട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം വരെ പോയി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വന്തം ചെലവെടുത്തിട്ടാണ് പോലെ? സ്വന്തം ചെലവെടുത്തിട്ടോ, പിന്നെ ഇൻഫോമർ ഉണ്ടാവും, അവരെന്തെങ്കിലും തരാൻ കഴിയുന്നതും സാമ്പത്തികം കുറഞ്ഞിട്ടുള്ള സാധാരണക്കാരായിരിക്കും നമ്മളെ വിളിക്കുന്നത്. അവരുടെ കയ്യിൽ ഒന്നുമില്ല, സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ, വെറും നന്ദി മാത്രം. അപ്പൊ നമ്മൾ ആ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളൊന്നും നോക്കാറില്ല. മനുഷ്യന്റെ ജീവനെപ്പോലെ തന്നെ വിലയാണ് ഈ ഭൂമിയിലെ എല്ലാ ജീവികൾക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പോയി ചെയ്തു കൊടുത്തിട്ടുണ്ട്. മൃഗസ്നേഹികൾ ഒരുപാടുണ്ട്, പക്ഷെ മൃഗസ്നേഹികളൊന്നും ഇത്ര ദുരിതങ്ങളിലൊക്കെ മൃഗങ്ങൾ ദുരിതങ്ങളിൽ പെടുമ്പോൾ അതിനുള്ള സംരക്ഷണം ഒന്നും കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണാറില്ല, അല്ലേ? അതെ. ഇപ്പൊ ഈ പേരിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ആ സംഘടനകൾ ഉണ്ടെങ്കിൽ അതിന് ഇത്തരം കാര്യങ്ങൾക്ക് മുന്നോട്ട് വരണം, മുന്നോട്ട് വരണം. അതിന് മുന്നോട്ട് വരണമെങ്കിൽ തന്നെ നമ്മളെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടിങ് വേണം. വേറെ ഇപ്പൊ ഞാൻ 5 ദിവസത്തിനായി 5 ദിവസം എന്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചോണ്ട് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അതിന് ഒരു ഡോഗ് ഇത് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ, അതിനെന്താണോ സന്ദേശം എന്താണോ അവർ ചെയ്തു തരണം നമുക്ക്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ചെയ്തു തരണം. ഇവിടെ എന്റെ മുഖ സന്നദ്ധ തന്നെ ഇതുപോലെ ഒരുപാട് പ്രാവശ്യം പല നായ്ക്കളും പല സ്ഥലത്തും അപകടം പറ്റിയിട്ട് ആക്സിഡന്റിലൊക്കെ ചത്ത് കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അതിനൊന്ന് സംസ്കരിക്കാൻ പോലും ചിലപ്പോൾ എൻ്റെ മുഖ സന്നദ്ധനൊക്കെയാണ് കൂടുതൽ സമയങ്ങളിലും കൂടുതൽ അവസരങ്ങളിലും പോവാറ്. മുനിസിപ്പാലിറ്റി ഒന്നും മുൻകൈ എടുക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെ, എൻ്റെ മുക്കം സന്നദ്ധ സേന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ മുക്കം ഭാഗത്തേക്ക് വളരെ കുറവാണ് വരുന്നത്. എന്ന് വെച്ചാൽ അവരെന്നോട് ചോദിക്കാറുണ്ട്, അതിന് ഹെൽപ്പ് ചോദിക്കാറുണ്ട്, എന്നെ കൊണ്ടാകുന്ന രീതിയിലുള്ള നെറ്റും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവർ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നല്ല പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ ആനിമൽസിന്റെ കാര്യത്തിൽ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുക്കം മുനിസിപ്പാലിറ്റിയിലൊക്കെ ചത്ത് കിടക്കുന്ന ഇതിനൊക്കെ ഫണ്ട് ഉണ്ട്. മുക്കം എന്നല്ല, എല്ലാ കേരളത്തിലുള്ള എല്ലാ തദ്ദേശ ഇതിനും അതിനുള്ള ഫണ്ട് ഉണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളെ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ മുന്നോട്ട് വരട്ടെ ഒന്നുകൂടി, ഈ ഒരു വീഡിയോ അതിനൊരു പ്രചോദനമാവട്ടെ ഒന്നുകൂടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കണ്ടില്ലേ പോയെന്ന് വൃത്തിയാക്കിയിട്ട് പോവാണ് കേട്ടോ. എൻ്റെ പേര് ആസിഫ്. ശരി. ആയിക്കോട്ടെ. ശരി.